നമ്മൾ പരമ്പരാഗതമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒട്ടനവധി ബ്രാൻഡുകൾ നല്ല രീതിയിൽ ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വി-ഗാർഡ് ആണെങ്കിലും അതുപോലെ കോട്ടക്കൽ ഈസ്റ്റേൺ കറി പൗഡേഴ്സ് എന്ന്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ടെക്നോളജി ആൻഡ് സ്റ്റാർട്ടപ്പ് നമുക്ക് ആ ഒരു കഴിഞ്ഞ 20 കൊല്ലത്തിൽ നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഗവൺമെൻറ്റിൻ്റെ കുറേ ഇനിഷ്യേറ്റീവ്സ് വന്ന് ഇപ്പം നമുക്ക് 6000-ഓളം സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പം കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് മേജർ ഒരു ചലഞ്ച് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഇവിടെ ഒരു സെപ്റ്റോ പോലെയുള്ള സ്വിഗ്ഗി പോലെയുള്ള ബ്രാൻഡുകൾ കൂടുതൽ വരാത്തത്. പക്ഷേ ഇത്രയും ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എടുക്കുന്നതുകൊണ്ട് വരും വർഷങ്ങളിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പെക്ട് മോർ ഓഫ് ദിസ് കേരള സ്റ്റാർട്ടപ്പ്. ഡെഫിനറ്റ്ലി IT-യിൽ AI-യുടെ ട്രാൻസ്ഫോർമേഷൻ വരുമ്പം കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ, അതുപോലെ ബയോ ടെക്നോളജി, D2C ടെക്നോളജി, അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം, ഇതിലെല്ലാം കുറേയധികം നിക്ഷേപത്തിന് ഉള്ള ഒട്ടനവധി അവസരങ്ങളുണ്ട്.